കണ്ടോ, ഇതേപോലെ നമ്മളിതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? ആയോട്ടാ. അപ്പോൾ നമ്മൾ ഇന്നുണ്ടല്ലോ പാച്ചോറാണ് ഉണ്ടാക്കണത്. അതായത് വിഷൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് ഉണക്കല്ലരി എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 250 ഗ്രാം ഉണക്കല്ലരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് വേണ്ടത് നാളികേരം പാല്. അപ്പോൾ ഞാൻ 1.5 നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലാസ്, ഏത് ഗ്ലാസ് കൊണ്ടാണോ നമ്മൾ അരി എടുത്തോണേ അതേ സെയിം ഗ്ലാസ് കൊണ്ട് 4 ഗ്ലാസ് നാളികേരം പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് 1-ാം പാല്, 2-ാം പാലും 3-ാം പാലും എല്ലാം കൂടിയിട്ടുള്ള നാളികേരം പാലാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അരിയുടെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ കുറച്ച് നാളികേരം പാല് കൂടി വരാം, അല്ലെങ്കിൽ കുറഞ്ഞൊക്കെ വരാം കേട്ടോ. വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഈ അരിയുടെ വ്യത്യാസം പോലെ ഇരിക്കും കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമ്മുടെ ഉരുളി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ഉരുളി ഉണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കുണ്ടല്ലോ ഇതിലേക്ക് വെള്ളം ഉരുക്കിയെടുക്കണം. അപ്പം ഞാനിതാ വെള്ളത്തിൻ്റെ അളവെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു 200 ഗ്രാമിൻ്റെ അടുത്തേക്കുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം അത് നമ്മൾ ശർക്കര നീരാണ് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ശർക്കര നീര് ഇപ്പോൾ കൂടിയാലും കുഴപ്പമില്ല, ഇത്തിരി കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ തീ കത്തിച്ച് അതിലേക്ക് ഇതാ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൻ്റെ അവിടേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കര നീരൊക്കെ ഒന്ന് ഉരുക്കി വരട്ടെ കേട്ടോ. അപ്പോഴേക്ക് ഇതാ നമ്മുടെ ഉരുളി ഇവിടുത്തെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നാളികേരം പാലും അരി രണ്ടും ഒരുമിച്ചാട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്കൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിലത്തെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നാളികേരം പാലല്ലേ. ഒപ്പം തന്നെ നമുക്കതിലേക്ക് ഇതാ അരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ 1 ടീസ്പൂൺ ജീരകം. പിന്നെ നമുക്ക് അതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇതാ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊന്നും കൂടിപ്പോയിരിക്കും കേട്ടോ. ഉപ്പൊന്നും നമുക്ക് ഇത്ര അളവെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയേണ്ടിയിരുന്നത്. ഇനി ഇത് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, കാരണം ഇളക്കിയില്ലെങ്കിൽ അടിയെ പിടിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കാതിരിക്കുക കേട്ടോ. ഒന്ന് തിളച്ച് വരുന്നവരെയൊക്കെ ഒന്ന് എന്താ പറയുക ഇളക്കി കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാലും ഇളക്കി കൊടുക്കണതാണ് നല്ലത്. നമ്മുടെ വെള്ളം നോക്കിയേ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിതാ ചുക്കും ജീരകവും കൂടി പൊടിച്ചത് തന്നിട്ട് നന്നായി പൊടിച്ചിട്ടില്ല, നന്നായിട്ട് ചതച്ചോക്കാണ് അത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു മണവും ഒരു ടേസ്റ്റൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ നമ്മുടെ വെള്ളം ഉരുക്കി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നമുക്ക് അരിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നോക്കി ശർക്കര പാനി ഇതാ ഇതേപോലെ ആയിട്ടിരിക്കുക കണ്ട, ഈ ഒരു കട്ടി ഇത്രയെങ്കിലും വേണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ വിഷ്കട്ടയിലേക്കുള്ള ശർക്കര പാനി ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങളിൽ നമ്മുടെ തൃശ്ശൂരൊക്കെ ഇങ്ങനെയാണ് ശർക്കര നീരാണ് ഉപയോഗിക്കുക. അല്ലാതെ ചില സ്ഥലങ്ങളിൽ ചിക്കൻ കറി ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ വിഷുവിൻ്റെ അന്ന്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോലേക്കും വിഷു വരാനൊന്നും ഇരിക്കേണ്ട, അല്ലാതെ തന്നെ വിഷ്കട്ടയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ നമ്മളിവിടെ തൃശ്ശൂർക്കാർ മെയിനായിട്ട് വിഷുവിൻ്റെ അന്ന് വിഷ്കട്ട അതിൻ്റെ ഒപ്പം ശർക്കര നീര് അങ്ങനെയായിട്ട് കഴിക്കുക. അപ്പോൾ ഇതാ കുറേശ്ശേക്ക് ഇതാ വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇപ്പം നോക്കിയേ നമ്മുടെ അരി ഇതാ കുറേശ്ശായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിയേ കണ്ടോ ചെറുതായിട്ട് കട്ടിയായിട്ട് വരണേ. ഇപ്പോൾ ഇതാ നമ്മുടെ പാച്ചോറ് ഇതാ റെഡിയായി. ഇതേപോലെ ആകുമ്പോൾ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഞാനിതോടെ ഒരു ഇല വെച്ചിട്ടുണ്ട്, ഇലയിലേക്ക് പതുക്കെ മാറ്റി കൊടുക്കാം.
അതായത് നമുക്കിത് നല്ല കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണേ. നമുക്കിതാ ഇതിലിങ്ങനെ പരത്തി കൊടുക്കാം. ചൂടോടെ തന്നെ അതിങ്ങനെ പരത്തി കൊടുക്കണം. അപ്പം നമുക്കിത് ഇതേപോലത്തെ ഒരു ഇലച്ചീന്ത എടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചട്ടകം കൊണ്ടായിക്കാലും കുഴപ്പമില്ല കേട്ടാ. കണ്ടോ, ഇതേപോലെ നമ്മളിതാ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ ബിസ്ക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതിട്ടാ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതാ സൈഡൊന്നും കൂടി ഇങ്ങനെ ആക്കും. ഉണ്ടോ, നമുക്കിതൊരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പം ഞാൻ ബാക്കി എല്ലാതും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ബിസ്ക്കട്ട് ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഷായിട്ടിനെ വിളിച്ചിട്ട് വെച്ചേട്ടാ. ഈ ഇലയും കൊണ്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ ബിസ്ക്കട്ട നമ്മുടെ പഴയ ചെറുപ്പത്തിലാണ് കൂടുതൽ ഇതിനെ കാത്തിരിക്കുക. ശരിക്കും ഇത് മുകളിലേക്ക് ആയിട്ട് ഒഴിച്ചു കൊടുക്കും. എൻ്റെ ടീസ്പൂണായി പോയി. എന്നൊരു കയ്യിലെടുക്കണം എന്ന് വെച്ചാൽ വിട്ടുപോയി. കാണാനുള്ള ഒരു ഭംഗി ഇപ്പം എല്ലാവരും ചെയ്യുന്നതല്ല, അവിടുത്തെ എല്ലാ വീടുകളിലും ചെയ്യുന്നതാ ഈ വിഷുക്കട്ട. പിന്നെ നമ്മുടെ അവിടെയൊക്കെ ശരിക്കും ഈ വിഷുക്കട്ടയ്ക്ക് ശർക്കര പാനി എന്നിട്ട് ശരിക്കും ഉപയോഗിക്കുക. എൻ്റെ വീടിൻ്റെ അടുത്തേക്കില്ലേ, ഞങ്ങൾക്ക് കൂടുതലും മുസ്ലിമുകളാണ്. അപ്പോൾ അവർക്ക് ഇതൊന്നും ഉണ്ടാക്കാറില്ല. വിഷുവിന് അമ്മ അതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ വിഷു വരെ നമ്മളെക്കാളും കൂടുതൽ അവർ കാത്തിരിക്കാറുണ്ട്. നല്ല രസമായിട്ടോ ശരിക്കും ഇതിങ്ങനെ നോക്കി കഴിക്കാനായിട്ട്. അടിപൊളിയാ കഴിക്കാൻ. ഇതൊക്കെ പെട്ടെന്ന് കഴിയും. നമ്മുടെ ഇത് ചില സ്ഥലങ്ങളിലൊക്കെ ഈ നോൺ വെജ് ഒന്നും ചില സ്ഥലങ്ങളിൽ വിഷുവിനൊക്കെ നോൺ വെജ് കഴിക്കുന്നവരുണ്ട്. നമ്മുടെ അവിടെയൊക്കെ വെജിറ്റേറിയനാ ശരിക്കും. അപ്പോൾ അവിടേക്ക് ആകുമ്പോൾ അത് ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല രസമായിട്ടത്. നോൺ വെജ് കഴിക്കണോടത്ത് നമ്മൾ വിഷുവിനല്ലാണ്ട് ആക്കാറുണ്ട് കേട്ടോ അങ്ങനെ. നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാൻ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളോ. നിർത്തല്ലേ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്